നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഗോത അതിന്റെ പ്രചാരണം അത് ഉച്ചസ്ഥായിലാണ്. ഇപ്പോൾ PV അൻവറാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രിക പിൻവലിച്ചിരിക്കുന്ന അഭ്യൂഹങ്ങളൊക്കെയാണ്. അതൊക്കെ പൂർണ്ണമായി തള്ളി സജീവമായി രംഗത്തെത്തി പരസ്യ പ്രചാരണമില്ലെന്നൊരു കുറവായിരുന്നു. അപ്പൊ അതിലേക്ക് കൂടി കടന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് ഒരു മൊത്തം റിയാക്ഷൻ? നല്ല റിയാക്ഷൻ ഉള്ളോ? നല്ല സൂപ്പറായിട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നു. ഇന്നലെ NDA കൺവെൻഷൻ ഉദ്ഘാടനം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം, ഒരു മാന്യദേഹത്തെ ചതിക്കുഴിയിൽപ്പെടുത്തി രാഷ്ട്രീയ കുരുതിക്ക് കൊടുത്തു എന്നാണ്. മുന്നണികൾ ആരാന്ന് പറഞ്ഞു അങ്ങനെ ചതിക്കുഴിയിൽ വീണ് രാജിവെക്കേണ്ടി വന്ന ആളാണോ PV അൻവർ? അല്ല, ഞാൻ ചതിക്കുഴിയിൽ തന്നെയാണ് സത്യത്തിൽ വീണത്. സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണ്. ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ. പൂർവ്വപിതാക്കന്മാർ തൊട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കോൺഗ്രസിന്റെ സമരചരിത്രമുള്ള രക്തം ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. നമ്മൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചത്? അവരുടെ സെക്യുലർ സ്വഭാവം ഒന്ന്, രണ്ട് അവരുടെ മതനിരപേക്ഷത, അത് രണ്ടും കൈവിട്ടില്ലേ? തീർത്തും ഒരു എന്താ പറയുക, ജാതിമത സമവാക്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്തതാണ് പിണറായി. അതാണ് ചതിക്കുഴി എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കുക, ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സോഷ്യലിസം. അതാണ് ഇസ്ലാമിന്റെയും കൺസെപ്റ്റ്. മുതലാളിമാരോട് സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ആ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് സോഷ്യലിസം. ആ സോഷ്യലിസത്തിന്റെ ഒപ്പം നിന്നത് ഞങ്ങൾ. ഇന്ന് ആ പാർട്ടിയിൽ ആ സോഷ്യലിസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ കൂട്ടിത്തരാൻ ഈ ആശാ വർക്കർമാര് ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 150 ദിവസമാകാൻ പോവാ സമരം തുടങ്ങിയിട്ട്. അവരോട് എന്താ പറയുക, കാരുണ്യമില്ലാത്ത മുഖ്യമന്ത്രിയാ. അപ്പൊ കമ്മ്യൂണിസവും അവർ വിട്ടു, മതേതരത്വവും വിട്ടു. അധികാരം, കുടുംബം, മകള്, മരുമകൻ, അതിലേക്ക് ആ പാർട്ടിയും ഭരണം ഒതുങ്ങിയപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇടുകയാണ്. ഒരു മലബാറിനെ മുഴുവൻ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്യുന്നു. ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ കേസിൽ കൊടുക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കാൻ മാർഗമില്ല. മണൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗമില്ല. കേരളത്തിലെ എല്ലാ പുഴയിൽ നിന്നും മണൽ വാരുന്നു. മലപ്പുറം ജില്ലയിൽ 10-20 പുഴയുണ്ട്. ഇവിടുന്ന് മണൽ വാരാൻ പാടില്ല. ഇവിടുത്തെ വൻകിട കോറിക്കാർക്ക് എംസാൻഡ് വെക്കണം. ഈ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പം PV അൻവർ ഉന്നയിച്ചല്ലോ, അതായത് പല കേസുകളും. ഇതേ ആരോപണം തന്നെയാണ് UDF-ഉം ഈ പിണറായിയുടെ മലപ്പുറം പരാമർശം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നത്. ഇപ്പൊ രണ്ടുപേരും ഒരേ ഫോക്കസിലാണോ ഈ പ്രചാരണം നടത്തുന്നത്? അല്ല, തീർച്ചയായിട്ടും പിണറായിസം ആരാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിയത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ. ആ PV അൻവർ അല്ലേ? ഇവരാരും മിണ്ടിയിട്ടില്ലല്ലോ. ഈ 1 ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത വിഷയം കേരളത്തിൽ ഉയർത്തിയതാരാ? PV അൻവർ ആണല്ലോ. ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയത് PV അൻവർ ആണല്ലോ. അതൊക്കെ ഇപ്പൊ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതാരെ ഏറ്റെടുത്തു? ഇപ്പം മലപ്പുറത്തിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയാണ് ഇവരൊക്കെ. ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞു കോഴിക്കോട് ഒരു പുതിയ ജില്ല ഇവിടെ ഉണ്ടാവണം. 60 ലക്ഷം ജനങ്ങളാണ് ഈ ജില്ലയിൽ തിങ്ങിപ്പാർക്കുന്നത്. തൊട്ടടുത്ത വയനാട്ടിൽ 10-11 ലക്ഷം ആളുകളാണ്. അവിടെ ഒരു കലക്ടറാണ്, അവിടെ ഒരു മെഡിക്കൽ കോളേജാണ്, അവിടെ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. 5 MLA-മാരുള്ളത്. ഇടുക്കി 5 MLA-മാര്. ഇടുക്കി 5, പത്തനംതിട്ട 5, 10, വയനാട് 3, 13 നിയോജക മണ്ഡലത്തിൽ ഏകദേശം 25-30 ലക്ഷം ആളുകൾക്ക് 3 കലക്ടർമാരാ. മനസ്സിലായോ? 3 മെഡിക്കൽ കോളേജാണ്, 3 റവന്യൂ ജില്ലകളാണ്. ഇവിടെ 60 ലക്ഷം ആളുകൾക്ക് ഒരു കലക്ടർ. ഒരു അപേക്ഷ കൊടുത്താൽ 6 മാസം കഴിഞ്ഞിട്ടേ കലക്ടർക്ക് മറുപടി തരാൻ കഴിയുള്ളൂ. മലപ്പുറം വിഭജിച്ച് ഒരു ജില്ല കൂടി വേണം. മലപ്പുറം, കോഴിക്കോട്, ഞങ്ങൾക്കൊരു മലയോര ജില്ല ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ സീറ്റില്ല. അപ്പൊ തിരുവമ്പാടി, ഈ പറയുന്ന നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, ഈ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരാണ്. പിന്നെ ഈ പറയുന്ന മഞ്ചേരി, കൊണ്ടോട്ടി, ഈ 7 നിയോജക മണ്ഡലം 6 നിയോജക മണ്ഡലം കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു ജില്ല വേണം. ആ ജില്ല അതോട് കൂടിയിട്ട് എന്തായി? മലപ്പുറം ജില്ലയിലെ 60 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം ജനങ്ങൾ ഇങ്ങോട്ട് മാറി. ഇവിടെ മെഡിക്കൽ കോളേജ് വേണം, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം വേണം, ഇവിടെ ഈ വില്ലേജുകൾ വിഭജിക്കണം. തത്തുല്യമായി ലഭിക്കാൻ ഒരു ജില്ല വേണമെന്ന ആവശ്യം PV അൻവറിനുള്ളത്. അവസാനം കോവിഡിൽ ഞാൻ അനുഭവിച്ചാണ്. ഇവിടെ കോവിഡ് പടർന്നു പിറച്ച് വാക്സിനേഷന് അന്ന് 1 ലക്ഷം വാക്സിനേഷനാണ് വന്നത്. വയനാട്ടിലെ 12 ലക്ഷം ജനങ്ങൾക്ക് 1 ലക്ഷം വാക്സിനേഷൻ. ഇവിടുത്തെ 60 ലക്ഷം ആളുകൾക്ക് 1 ലക്ഷം വാക്സിനേഷൻ. ഇവിടെ കിട്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് വരുന്ന എല്ലാ സഹായങ്ങളും ജില്ലാടിസ്ഥാനത്തിലാണ്, സംസ്ഥാനത്തിന് ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പൊ എവിടെയാണ് നീതി? ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. അതിന് മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്ക്. ഇവിടെ ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ പറയുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കൂ, ഈ കോൺഗ്രസിന്റെ അഭിപ്രായം ചോദിക്കൂ, UDF-ന്റെ അഭിപ്രായം ചോദിക്കൂ. അപ്പൊ കണ്ണീര് ഈ കള്ളക്കണ്ണീരാവരുത്, അത് ഉള്ളിൽ തട്ടിയതാവണം. ആ ഉള്ളിൽ തട്ടിയ പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയം ചോദിച്ചോട്ടെ, ഇപ്പോ തൃണമൂൽ പിന്തുണയുണ്ട്, സ്വതന്ത്രനാണ്.
അപ്പോൾ തൃണമൂലിന്റെ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞു ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആയിട്ട് മുന്നോട്ട് പോകണത്. സാമ്പത്തികമായി തൃണമൂലിന്റെ പിന്തുണ ഉണ്ടെങ്കിലും സഹായമൊന്നും വരുന്നില്ലേ? തൃണമൂലിന്റെ ദേശീയ നേതാക്കളടക്കം വരുമോ പ്രചാരണത്തിന്? നമ്മളൊരു സഹായം അവരോട് തേടിയിട്ടില്ല. മനസ്സിലായി. ഒരു പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വളരെ പുറകിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോരാട്ടം നടത്തി ഇതിന്റെ ശക്തി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ തൃണമൂലിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഒരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം ചോദിക്കും. അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവിടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ചു ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും അറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ തന്നെ വരും. ഈ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ പറയുന്ന ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന മഹുവ മൊയ്ത്രയടക്കമുള്ള നേതാക്കന്മാര്, വിഷയങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കന്മാര്, കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് അറിയുന്ന ചില ശബ്ദങ്ങളും ആളുകളുണ്ട്. 42 MP-മാരിൽ നല്ല വിശാലമായ വിഷയങ്ങൾ അവർ വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ സ്വാഭാവിക സാമ്പത്തികമാണ്. ക്രൗഡ് ഫണ്ടിംഗ് അടക്കം പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ഓഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ജനങ്ങളെ ബോധിപ്പിക്കും. തീർച്ചയായിട്ടും, അതിനെന്താ സംശയം. അപ്പൊ ഇനി എന്താ വരുന്ന ദിവസം പരിപാടി? ഇതുപോലെ വാഹന പ്രചാരണമൊക്കെ ആയിട്ട് പഴയ ഫേസ് തന്നെ പഴയ വേഗം തന്നെ ഓടും. പിന്നോട്ട് നോക്കട്ടെ, ഞാൻ പോട്ടെന്നാ. ഇപ്പൊ പി.വി. അൻവർ MLA അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്.